എന്റെ പൊന്നു കാജു ഒന്ന് നിർത്ത്. ഞാൻ എന്തിനാ ഈ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേക്കും നീ ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നേ? ഞാൻ ഇറിറ്റേറ്റ് ആവുന്നതാണോ പ്രശ്നം? നീ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലേ? ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിന്റെ എക്സ് ടോക്സിക് ആണെന്ന് പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ചില്ല. അവൻ്റെ പുറകെ വീണ്ടും പോയി. എന്നിട്ട് എന്തായി? ആരെവിടെ വന്നിരുന്ന് കരഞ്ഞേ? ഞാനാണോ? അതുപോലെ രമ്യയുടെ കേസ്. അങ്ങനെ എത്ര കാര്യങ്ങളാ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എടി, കാര്യമുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? കാജു, സുജിത് അങ്ങനെ ഒരാളല്ല, എനിക്കത് ഉറപ്പാണ്. അവനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടടി. ഇവൻ ഇന്ന് അവൻ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞതുപോലെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഇന്ന് അവൻ വീണ്ടും കാണാൻ വരാന്ന് പറഞ്ഞോ? ഇത് ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. എടി, അവന്റെ ഓരോരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് എന്താ മനസ്സിലാവാത്തേ? എടി, അവൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ നോ പറഞ്ഞു നോക്കിക്കേ. അപ്പൊ അറിയാം അവന്റെ തനി സ്വഭാവം. അതെങ്ങനെയാ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചു കാണിച്ചാൽ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോളൂ. ഇങ്ങനെ ആരെയും വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞ അങ്ങ് കേൾക്കുമല്ല. അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഇവിടെ വന്ന് ട്രാപ്പ് ആയിട്ടിരിക്കണേ. എന്റെ വീട്ടിലെ ഫ്രീഡം ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്ന് അതിലും വലിയ നരകം വേണ്ട. പക്ഷേ നിന്റെ ഫ്രീഡത്തിന് യാതൊരു കുറവും വേണ്ട. നീ ഒറ്റയ്ക്ക് നിൽക്ക്, ഞാൻ മാറിക്കോളാം. വേണ്ട, ഇത് നിന്റെ പേരെഴുതിയ വീടല്ലേ. നീ ഇവിടെ നിന്നോ, ഞാൻ പൊക്കോളാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. നീ ഓഫീസ് എത്തിയോ? എത്തി. സമയം കിട്ടുന്നാൽ എന്തെങ്കിലും കഴിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാട്ടാ. ശരി. പക്ഷേ ഇത് ലാസ്റ്റ് വാണിങ്ങാണ്. 2 ദിവസത്തിനകത്ത് എനിക്ക് റിപ്പോർട്ട് ഇടണം, ഇല്ലെങ്കിൽ സ്പോട്ട് ടെർമിനേഷൻ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? പിന്നെ അന്നേരം കരഞ്ഞ് വിളിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല. ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. അയാളോട് പോയി പണി നോക്കാൻ പറ. നീ മൈൻഡ് ചെയ്യണ്ടെന്നേ. നീ പണിയെടുക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഈ കമ്പനി പോയാ അടുത്തത്. നിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ അല്ല. പിന്നെ നിന്നെ വെറുതെ ചീത്ത പറയേണ്ട ആവശ്യമൊന്നും അയാൾക്കില്ല. എന്താണ് കൂട്ടാ പരിപാടി? വർക്കുണ്ടോ? നിന്നെ ഇന്ന് രാവിലെ കണ്ടില്ലല്ലോ. നീ എവിടെ ആയിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പനി വല്ലതും ഉണ്ടോ? സൗണ്ട് മാറിയിരിക്കുന്നു. ഓക്കെ അല്ലേ? ആ എടീ, മറ്റേ വർക്ക് ചെയ്യാൻ ഇന്നലെ തന്നില്ലേ, അത് നീ ചെയ്തോ? എടോ, അതെനിക്കിതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇന്ന് നല്ല വർക്കുണ്ട്. ആ ബോസ് എന്ന വർക്കാണ്. ഒരു കാര്യം ചെയ്യും, നാളത്തേക്ക് സെറ്റ് ചെയ്യും. എനിക്ക് ഉറപ്പില്ല, കാരണം ഇത് തന്നെ 2 ദിവസം എടുക്കും തീർക്കാനായിട്ട്. അപ്പം എനിക്ക് ഉറപ്പില്ല ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ല, നമ്മളിന്ന് വൈകിട്ട് പുറത്ത് പോകുന്ന കാര്യം എന്തായി? തനിയെ വർക്കില്ലേ? ആജി തീരണ്ട. ഹലോ, ആ സാൻഡ്ര മോളെ എവിടാണ്? അവന്റെ ഓരോരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് എന്താ മനസ്സിലാവാത്തേ? എടി, അവൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ നോ പറഞ്ഞു നോക്കിക്കേ. അപ്പൊ അറിയാം അവന്റെ തനി സ്വഭാവം. വീട് മാറി തന്നെയാ? എടി, സോറി. ഞാൻ ആ ദേഷ്യത്തിന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞതാ. എന്തൊക്കെയോ? അങ്ങനല്ല, നിന്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു. പക്ഷെ അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാ. സോറി. നീ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളൂ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നിന്റെ പുറകെ നടന്ന ഓരോ കാര്യങ്ങൾക്ക് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്തതായിരുന്നു. ഏതെങ്കിലും കുഴി പോയി ചാടിയിട്ട് തന്നെ പഠിക്കട്ടെ എന്ന് നോക്കണേ. എന്തുവാ ഉണ്ടക്കണ്ണം നോക്കിയിരിക്കുന്നേ? അപ്പം നമ്മൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയോ? ആയെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതുവാ താഴെ ഇരിക്കുന്ന ബാഗ് ഒന്ന് എടുത്തുന്നവരെ ഹെൽപ്പ് ചെയ്യും. ഓ,
പെട്ടിയും കിടക്കൊക്കെ ആയിട്ടാ കെട്ടിലമ്മ പോന്നേ. ഞാൻ ഇവിടെ കയറ്റി വേറെ ആരെയും താമസിപ്പിച്ചില്ലാന്ന് എന്താ ഉറപ്പ്? അത് നീ ആരെയും കേട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓ, അപ്പൊ ഇത്രയും നാൾ എവിടെ ഇരുന്നു? അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ നിന്നു. ഓ, പിന്നുണ്ടല്ലോ സുജിത്ത് തേച്ചു. ആ പഠിച്ച് കൊള്ളാം.